Very good morning, all. Once more, all are welcome to Accounting for Management new video classroom. Today, we are going to discuss or study a problem of comparative financial statement. Question, please. You are given the balance sheet of a company for 2 years. Balance sheet, liability side, 2 years 2015 and 2016. Liability side, capital and liabilities, 10% preference share capital, 100, equity share capital, 300, 330, reserves and surplus, 150, 175, secured loans, 8% debentures, 200, 150, current liabilities, Sunday creditors, 180, 198, outstanding expenses, 2 and 2, tax payable 60, 48, bank overdraft 180, 62. Asset side, fixed assets, premises less depreciation 300, 285, plant and machinery 200, 250, furniture and fittings 75, 60, investment 150, 120, current assets stock 200, 200, debtors 160, 120, cash 25, 30. 2015 asset side total 1110, then 2016 1065. Prepare a comparative balance sheet and draw conclusions from it. Then ഈ ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹെഡിങ് കൊടുക്കുക കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഓർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് ഹെഡിങ് കൊടുക്കാം. ദെൻ ഏത് ഇയർ ആണോ തന്നിട്ടുള്ളത് ആ ഇയർ സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ 2015 ആൻഡ് 2016. സോ 31 March 2015 ആൻഡ് 2016. അപ്പോൾ ഹെഡിങ്ങിന് താഴെ നമ്മളത് റൈറ്റ് ചെയ്യുന്നു. ദെൻ 5 കോളംസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് കോളം ഫോർ പർട്ടിക്കുലേഴ്സ്, അതായത് അസറ്റ്സ്, ദെൻ ക്യാപിറ്റൽ, ലാബിലിറ്റി എന്ന് പറയുന്ന ഹെഡിലാണ് പർട്ടിക്കുലേഴ്സ് റൈറ്റ് ചെയ്ത് പോവുക. പിന്നെ വരുന്നത് പ്രീവിയസ് ഇയറിലെ വാല്യൂസ് റെക്കോർഡ് ചെയ്യാനുള്ള കോളംസ് ആണ്. തേർഡ് കോളം കറണ്ട് ഇയറിലെ വാല്യൂസ് റെക്കോർഡ് ചെയ്യുന്നതിന്. ദെൻ ഫോർത്ത് കോളം ഇൻക്രീസ് ഓർ ഡിക്രീസ്, ദെൻ കറണ്ട് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയറിലെ വാല്യൂ ഇൻക്രീസ് ചെയ്തേക്കാണോ ഡിക്രീസ് ചെയ്തേക്കാണോ എന്നുള്ളതാണ് ഫോർത്ത് കോളത്തിൽ റൈറ്റ് ചെയ്യാം. ഫിഫ്ത്ത് കോളത്തിൽ റൈറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, ദെൻ കറണ്ട് ഇയറിൻ്റെ ഏത് കറണ്ട് ഇയർ ആണോ ഉള്ളത് അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഹെഡിങ് കൊടുക്കുക കമ്പാരേറ്റീവ് ബാലൻസ് ഷീറ്റ്. കമ്പാരേറ്റീവ് ബാലൻസ് ഷീറ്റ്. ദെൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കോളംസ് ഏതൊക്കെ കോളംസ് ആണ് വേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് കോളം ഫോർ പർട്ടിക്കുലേഴ്സ്. ദെൻ സെക്കൻഡ് കോളം, എന്തിനാണ് സെക്കൻഡ് കോളം വരുന്നത്? ഏത് ഇയർ ആണോ പ്രീവിയസ് ഇയർ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ 2015, ദെൻ കറണ്ട് ഇയർ 2016. Okay, then fourth one, increase or decrease. Increase or decrease. Then rupees year 2016, current year ആണ് റൈറ്റ് ചെയ്യുക. Then percentage of increase or decrease, കറണ്ട് ഇയർ ആണ് കൊടുക്കേണ്ടത് 2016. ഓക്കെ, ഇതാണ് ബേസിക് ഫാക്ട്. ഇനി നമ്മൾ ഓരോ ഐറ്റം വായിക്കുന്നു, അത് റെക്കോർഡ് ചെയ്ത് പോകുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഹൊറിസോണ്ടലിലുള്ള ബാലൻസ് ഷീറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്.
അല്ലേ? അപ്പോൾ ആ ഒറിസോണ്ടൽ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റിലെ ഓരോ ഇവന്റും നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ റെക്കോർഡ് ചെയ്ത് പോവുക. ദെൻ ഫസ്റ്റ് അസറ്റ്സ് ആണ് റെക്കോർഡ് ചെയ്യുക. അസറ്റ്സ്, ക്യാപിറ്റല്, ദെൻ ലാബിലിറ്റി, ആ രീതിയിലാണ് റെക്കോർഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അസറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫിക്സഡ് അസറ്റ്സിന് ആദ്യം റൈറ്റ് ചെയ്യുന്നു, ദെൻ കറണ്ട് അസറ്റ്സിന് റൈറ്റ് ചെയ്യുന്നു, ഇൻടാഞ്ചിബിൾ ഏതെങ്കിലും തരത്തിലുള്ള അസറ്റ്സ് ഉണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്തതിന് ശേഷം ടോട്ടൽ കോളം പ്രൊവൈഡ് ചെയ്യാം. ദെൻ എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന ക്യാപിറ്റൽ കാണിക്കുന്നു, ദെൻ ലാബിലിറ്റീസും കാണിക്കുന്നു, അതും ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് അതുപോലെ തന്നെ ഇവിടെ റെക്കോർഡ് ചെയ്യുകയാണ്. അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, എത്ര പെർസെൻറ്റേജിൽ ഇൻക്രീസ് ആണ്, എത്ര പെർസെൻറ്റേജിൽ ഡിക്രീസ് ആണ് എന്നുള്ളത് മാത്രം റെക്കോർഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഓരോ ഇവന്റും എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഇതിനകത്തേക്ക് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, പ്രെമിസസ് ലെസ് ഡെപ്രീസിയേഷൻ. ലെസ് ഡെപ്രീസിയേഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡെപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള വാല്യൂ ആണ് ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ മറ്റൊരു പാർട്ടിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്, ഈ കമ്പാരേറ്റീവ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ റൈറ്റ് ചെയ്ത് പോകേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഇൻക്രീസോ ഡിക്രീസോ വാല്യൂ വ്യത്യാസം ഉണ്ടാവും, അതുപോലെ പെർസെൻറ്റേജിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പ്രിൻസസ് ലെസ് ഡെപ്രീസിയേഷൻ 2015 300 rupees ആണ്. ദെൻ 2016 വാല്യൂ എത്ര, 285. അപ്പോൾ ഡിഫറൻസ് 300 നിന്നും 285 ആയി 2016 എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തേക്കാണ്. അപ്പോൾ 300 മൈനസ് 285 എത്ര ഡിഫറൻസ്, 15. ഇത് മൈനസ് ഫിഗർ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നാ പറഞ്ഞത്. എങ്ങനെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക, ഒരു എക്സാമ്പിൾ പറയാം. ദാറ്റ് മീൻസ് 15 ആണ് ഡിഫറൻസ്. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 2015 വാല്യൂ നോക്കുക, എത്ര, 300 ഇൻറ്റു 100. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനാണ്, പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 100 കൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എത്ര കിട്ടും, 5 എന്ന് കിട്ടും. ഓക്കെ, എത്ര ടൈമിൽ പോകും, 5 ടൈംസിൽ. ഓക്കെ, വിൽ ഗെറ്റ് 5. ഇതും എന്താണ്, മൈനസ് ഫിഗർ ആണ്. ഓക്കെ, മൈനസ് ഫിഗർ ആണല്ലോ കിട്ടുക, അതായത് ഇതിന്റെ വാല്യൂ മൈനസ് ഫിഗർ ആണ് ഓൾറെഡി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അസറ്റിന്റെ നെയിം എഴുതുന്നു, പ്രീവിയസ് ഇയറിലെ വാല്യൂ, കറണ്ട് ഇയറിലെ വാല്യൂ, ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. 300 285 ആയി, അപ്പോൾ 15 മൈനസ് ആണ്. ഇതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു, 15 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 100. അതായത് പ്രീവിയസ് ഇയറിലെ വാല്യൂ കൊണ്ട് ഈ വാല്യൂവിൽ എത്ര മാറ്റം വന്നു എന്നുള്ളതിന്റെ പെർസെൻറ്റേജ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി പ്രീവിയസ് ഇയറിലെ വാല്യൂ എത്രയായിരുന്നു, 200 ദെൻ 250, 200 ദെൻ 250. എന്താ ചേഞ്ചസ് ഉണ്ടായത്, 200 2015 16 250 ആണ്. ഓക്കെ, ഇവിടെ എന്തായി, 50 റുപ്പീസിന്റെ വാല്യൂ ഉണ്ട്. അപ്പൊ റുപ്പീസിന്റെ ചേഞ്ചസ് എന്ന് പറയുന്നത് 50 ആണ്. ഇതെന്താണ്, പോസിറ്റീവ് വാല്യൂ ആണ്, കാരണം ഇവിടെ 200 നിന്ന് 250 ആയി ഇൻക്രീസ് ചെയ്തേക്കാണ്. സോ ഇൻക്രീസ് റുപ്പീസ് 50. എങ്ങനെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കും, 50 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100 കിട്ടിപ്പോകുന്നു. ദെൻ 25 ടൈംസ്. ഓക്കെ, 25 ഇതെന്താണ്, പോസിറ്റീവ് വാല്യൂ ആണ്, 25%. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ വളരെ സിമ്പിൾ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അടുത്ത ഐറ്റം ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് എമൗണ്ട് 75 60. 75 ആയിരുന്നു, ഇവിടെ 60 ആണ്. ഇത് എമൗണ്ട് ഒക്കെ ലാക്സിലാണ്. 75 ഉള്ളത് എന്തായി, 60 ആയിട്ട് റെഡ്യൂസ് ചെയ്ത് പോയേക്കാണ്. അപ്പോൾ എത്ര ഡിഫറൻസ് ഉണ്ട്, 15. മൈനസ് വാല്യൂ ആണ് 15.
അതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. എങ്ങനെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക? 15 divided by here 75 into 100. അപ്പോൾ 75 then 100, 25 ഇവിടെ 4 time, here 3 times. 15 divided by 3 then 5 into 4 20 minus value. Okay, then total കണ്ടുപിടിക്കുന്നു. Total fixed assets. Total fixed assets. Total here 575 here, then 595. What difference otra? 20. 575 ulladu 595 ആയി. So difference amount 20 ആണ്. Then positive value ആണ്. എന്ത് ചെയ്യുന്നു? ഇനി ഇതിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പെർസെൻറ്റേജ് എത്ര കിട്ടും? 20 divided by 575 into 100. അതായത് 20 ആണ് ഡിഫറൻസ് ഉള്ളത്. 575 ആണ് പ്രീവിയസ് ഇയറിലെ വാല്യൂ. Then into 100. Then we'll get 3.48. 3.48. Okay. Then investments. എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ് ഫൈൻഡ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ എത്ര? ഇൻവെസ്റ്റ്മെന്റ് 150ഉം 120ഉം. ഓക്കെ, 150 and 120. 150 then 120. അപ്പോൾ 150 ഉള്ളത് 120 ആയി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തേക്കാണ് 30 rupees. ഓക്കെ, അപ്പോൾ 30ന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ 30 divided by 150 into 100. Then 5 കൊണ്ടാകുമ്പോൾ 3. Then 2. 30ൽ 3 10 time 10 into 2 20. ഓക്കെ, minus 20. പെർസെൻറ്റേജിലുള്ള മാറ്റം 20%. ഓക്കെ, ദെൻ ഇവിടെ എന്തായി? ഈ ഫിക്സഡ് അസറ്റ്സും ഇൻവെസ്റ്റ്മെന്റും കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് പാർട്ട് കറണ്ട് അസറ്റ്സ്. ഏതെല്ലാമാണ് കറണ്ട് അസറ്റ്സ് ഈ ക്വസ്റ്റിനകത്തുള്ളത്? സ്റ്റോക്ക്, ഡെറ്റേഴ്സ് ആൻഡ് ക്യാഷ്. ഇതുപോലെ തന്നെ ഇത് ഓരോന്ന് റൈറ്റ് ചെയ്യാം. സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, then ക്യാഷ്. ഓക്കെ, സ്റ്റോക്കിന്റെ വാല്യൂ 200. There is no change. 200 ആണ് സ്റ്റോക്കിന്റെ വാല്യൂ. Here 200. There is no change, no percentage. Then debtors 160, 120. Debtors 160, then 120. ഇവിടെ 60 ഉള്ളത് എന്തായി? 120 ആയി. റെഡ്യൂസ് ചെയ്തേക്കാണ്. എത്ര? 40. ഓക്കെ, 40 റെഡ്യൂസ് ചെയ്തു. പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. 40 divided by 160 into 100. 0 വെട്ടിപ്പോയി. Then 5 and 8. 8 by 4. 5 times 5 into 5 25. 25 minus value 25. Okay, then next cash. ക്യാഷിന്റെ വാല്യൂ എത്ര തന്നിട്ടുള്ളത്? 25ഉം 30. 25 then 30. ഇവിടെ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തേക്കാണ് 5 plus 5. പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നു. പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? then 5 divided by 25 into 100. ഓക്കെ, 25 100ൽ 25 4 times 4 into 5 20 plus 20. ഓക്കെ, then all assets നമ്മൾ എന്ത് ചെയ്തു? ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ഈ കറണ്ട് അസറ്റ്സ് ടോട്ടൽ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാനുണ്ട്? കറണ്ട് അസറ്റ്സും ഫിക്സഡ് അസറ്റ്സും കൂടി ടോട്ടൽ ചെയ്യാനുണ്ടാവും. ഓക്കെ, പിന്നെ ഈ കറണ്ട് അസറ്റ്സിനെ ടോട്ടൽ ചെയ്യുന്നു. കറണ്ട് അസറ്റ്സ് ടോട്ടൽ ചെയ്യാം.
Current assets മാത്രമുള്ള. Then 5, 8, then 3, 385. 0, 5, 3, 350. 385 minus 350. That is 35. Increase ചെയ്തേക്കല്ല, decrease ചെയ്തേക്കാണ് 35. Okay. Decrease ആണ്, minus value. Okay, 35. Clear? Then ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ പെർസെൻറ്റേജ് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ടുപിടിക്കാറുണ്ട്. എത്ര പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക? 35 divided by 385 into 100. 9%. Okay. 9%. 9%. Minus value ആണ് ഉണ്ടാവുക. 9%. എന്തായി? കറണ്ട് അസറ്റ്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാനുണ്ട്? ടോട്ടൽ അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ്സ് പ്ലസ് കറണ്ട് അസറ്റ്സ്. അപ്പോൾ എല്ലാ അസറ്റ്സിന്റെയും കൂടി സമ്മറിയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റൈറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പാർട്ട് ടോട്ടൽ അസറ്റ്സ്. ടോട്ടൽ അസറ്റ്സ് മീൻസ് ടോട്ടൽ ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടോട്ടൽ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റിന്റെ ടോട്ടൽ ആണ് ടോട്ടൽ കറണ്ട് അസറ്റ്സ്. Total current assets. Okay, 385, 350. Then total assets. Next head, total assets. Total assets. Total assets. 575, 575, 150, then 385. Okay, then 0, 1, 111. Okay. 1000, 110. Here 595, 120, then 350. 5, 6, 0, 1. Okay. 1065. Then increase or decrease. ഈ വാല്യൂ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. 1110 നിന്ന് 1065 ആയിട്ട് എന്താണ് റെഡ്യൂസ് ചെയ്തേക്കാണ്. അപ്പൊ അതിന്റെ വാല്യൂ എന്ത് ചെയ്തു? കുറഞ്ഞേക്കാണ്. ഹൗ മച്ച് ഡിഫറൻസ്? -45. Then percentage calculate ചെയ്യാം. എങ്ങനെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം? 45 divided by 1110 into 100. Then how much? 4%. Okay. അപ്പോൾ ഈ അസറ്റ് സൈഡ് എന്തായി? ടോട്ടൽ ചെയ്ത് കഴിഞ്ഞു. അസറ്റ് സൈഡ് അസറ്റ് സൈഡിന്റെ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ലാബിലിറ്റി സൈഡാണ് നമുക്ക് റൈറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ലാബിലിറ്റി സൈഡ് റൈറ്റ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ സ്ട്രെങ്ത് ആണ് ആദ്യം കാണിക്കേണ്ടത്. ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റീസ്. നമ്മുടെ ഇക്വേഷൻ തന്നെ എന്താ? ഫണ്ടമെന്റൽ ഇക്വേഷൻ എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി എന്നാണ്. അവിടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസ്, ഇതൊക്കെയാണ് ജനറൽ റിസർവ്. ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അത് ക്യാപിറ്റൽ സ്ട്രെങ്ത്. ദെൻ ലോങ് ടേം ലാബിലിറ്റീസ് കാണിക്കണം. ലോങ് ടേം ലാബിലിറ്റീസിന് എക്സാമ്പിൾ ഇപ്പോൾ ഡിബഞ്ചർ. ഡിബഞ്ചർ ലോങ് ടേം ലാബിലിറ്റി ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സിന്റെ ക്യാപിറ്റൽ ടോട്ടൽ ചെയ്യുക. ദെൻ ഡിബഞ്ചർ സെപ്പറേറ്റ് കാണിക്കുന്നു. ദെൻ കറണ്ട് ലാബിലിറ്റീസ്. ദെൻ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് പ്ലസ് ലാബിലിറ്റി, ഡിബഞ്ചർ ലാബിലിറ്റി ആൻഡ് പ്ലസ് ടോട്ടൽ കറണ്ട് ലാബിലിറ്റീസ്. ഇതിൻ്റെ എല്ലാം കൂടി സമ്മറിയും കൂടി എടുക്കുന്നതാണ് ടോട്ടൽ ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ.